അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന പുതിയ ജനപ്രതിനിധികൾക്കും പഴയ ജനപ്രതിനിധികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മെമ്പറുണ്ട് ആയവനിയിൽ. മുല്ലപ്പടിച്ചാൽ വാർഡിൽ നിന്നും 2 തവണ വിജയിച്ചു വന്ന ജോളി ഉലഹന്നാൻ. കഴിഞ്ഞ 5 വർഷത്തെ വാർഡിലെ വികസന നേട്ടങ്ങളുടെ സമഗ്ര റിപ്പോർട്ടുമായി ആയവന പഞ്ചായത്തിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റും മെമ്പറുമായ ജോളി ഉലഹന്നാൻ. വാഗ്ദാനങ്ങളിലല്ല, പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടതെന്ന കാഴ്ചപ്പാടോടെയാണ് ജോളി ഉലഹന്നാൻ തന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചത്. 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ ആയവന പഞ്ചായത്ത് 11ാം വാർഡ് മുല്ലപ്പടിച്ചാലിൽ നടപ്പിലാക്കിയ പദ്ധതികളും ഇനി നടപ്പിലാക്കാനുള്ള പദ്ധതികളും വിശദ വിവരങ്ങളും പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ 5 വർഷം ലാസ്റ്റ് ഇപ്പം ഇറങ്ങിയ 2020-25 കാലഘട്ടങ്ങളിൽ എനിക്കൊന്ന് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയൊക്കെ ഒത്തിരി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ ഇതറിയണം. നമ്മളെ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് വിട്ടാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതും അവരറിയണം. എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മറ്റുള്ള ഇനി പുതിയ തലമുറ വരുന്നവർക്കും ഒന്ന് മനസ്സിലാകണമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഞാനൊരു പ്രവർത്തന റിപ്പോർട്ട് 5 വർഷത്തെ തയ്യാറാക്കിയിരുന്നു. ആദ്യം ഓരോ വർഷവും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് ഗ്രാമസഭയ്ക്ക് മുമ്പായിട്ട് ഞാൻ വാട്സപ്പിൽ എല്ലാവരെയും എല്ലാ കുടുംബങ്ങളിലും തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്തു എന്നും ചെയ്തില്ല എന്നും ഒക്കെയുള്ള. അപ്പോൾ 5 വർഷത്തെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ ഇനി നിൽക്കാനോ അങ്ങനെയൊന്നുള്ളൊരു കാഴ്ചപ്പാടിലല്ല. പക്ഷെ ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ അവർ തന്നെ വെറുതെ ഇരിക്കുമ്പോഴാണേലും ഒന്ന് നോക്കി അതെന്ത് ചെയ്തു എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. 3 കോടിയിലധികം രൂപയാണ് 2021 മുതൽ 26 വരെ വാർഡിലെ വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷമുള്ള 5 വർഷ കാലയളവിൽ ഒരു ജനപ്രതിനിധി തന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് പ്രധാനമാണെന്ന് ജോളി കാണുന്നു. വാർഡിലെ റോഡുകൾ നവീകരിക്കുക, കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക, തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കൽ, തോട് ശുചീകരണം തുടങ്ങി പൊതുജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾക്കാണ് ജോളി ഉലഹന്നാൻ ഊന്നൽ നൽകിയത്. ഇവിടെയുള്ള ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു. തോടുണ്ടെന്ന് പോലും അറിയാൻ മേലാത്ത രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് എല്ലാം നകന്നു പോയി ഒരു കാലഘട്ടം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അപ്പം ആ തോട് തുറക്കുക എന്ന് പറഞ്ഞാൽ 8-10 മീറ്റർ വീതിയുള്ള തോടാണ്. ആ തോട് ആഴം കൂടി തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളപ്പൊക്കം ഒഴിവായി. പിന്നെ ഒരുപാട് റോഡുകൾ ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ റോഡുകളുള്ളൊരു വാർഡായത്. അതായത് കിലോമീറ്ററുകൾ നീളം. മറ്റുള്ളവർക്കൊക്കെ 50 മീറ്റർ 100 മീറ്ററൊക്കെ ഉള്ളപ്പോൾ നമുക്ക് 2 കിലോമീറ്ററും ആണ് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള. അപ്പോൾ 2 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ റോഡുകൾ ഒരുപാട് വന്നു. പിന്നെ ജനങ്ങൾക്ക് ഈ ലൈറ്റ് സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ പറ്റിയിട്ടുണ്ട്, ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുടിവെള്ളം എല്ലാ വീടുകളിലും ജലജീവൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമുക്കിവിടെ ഒരു സബ് സെൻറ്റർ ഉണ്ടായിരുന്നു, PHC. അപ്പം അത് ശുഷ്കിച്ച് ഫിറ്റല്ലാത്ത രീതിയിലുള്ളതായിരുന്നു. അപ്പം അതിന് നമ്മൾ 3-4 കൊല്ലമായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് 56 ലക്ഷം രൂപ NHM ആണ് അനുവദിച്ചത്. അപ്പോൾ അത് ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ഒരു വൻ കുതിപ്പ് തന്നെയാണ്. ഒത്തിരി ദൂരേക്കൊന്നും പോകാതെ തന്നെ ഇവിടെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി സ്ഥലം വൃത്തിയാക്കി പെരുമാറ്റച്ചട്ടം നിൽക്കുന്നത് കൊണ്ടാണ് അത് തുടങ്ങാത്തത്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. പിന്നെ കാർഷിക മേഖലയാണ് ഇത്. ഈ വാർഡ് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ കാർഷിക മേഖലയും മൃഗസംരക്ഷണമൊക്കെ ആയതുകൊണ്ട് ഈ കാലിത്തീറ്റ സബ്സിഡി, അതുപോലെ വളം, സമഗ്ര പുരയിട കൃഷി വികസനം എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് വളമൊക്കെ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ പെൻഷൻ നിയമങ്ങൾക്ക് വിധേയമായിട്ട് അർഹതയുള്ളവർക്കൊക്കെ
കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ നേരത്തെ പണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നവരൊക്കെ കുറേ പേരൊക്കെ സ്വയം എഴുതി വേണ്ടെന്ന്, കാരണം നിയമ തടസ്സം ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തയ്യാറാക്കുന്ന പ്രകടന പത്രികയ്ക്കപ്പുറം ജനപ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചുവെന്ന് ബോധ്യപ്പെടുത്തുക എന്നത് പ്രധാനമാണെന്നതുൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും ജോളി തന്റെ അനുഭവ പരിചയത്തിൽ നിന്ന് നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ധൈര്യമായിട്ട് പിന്നെ ഇതെൻ്റെ വാർഡാണെന്നും ഇവരെ എല്ലാവരും എനിക്ക് എന്നും ഈ 5 കൊല്ലം കാണേണ്ടതാണെന്നുമുള്ള ഒരു വികാരം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇടദിവസങ്ങളിൽ എല്ലാവരും വീട് കയറി പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്പറുകൾ എല്ലാം കോണ്ടാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഇല്ലെങ്കിൽ തന്നെ അവർ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പിന്നെ 21-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർച്ചിന് മുമ്പ് ചെയ്യേണ്ട ഒരുപാട് പദ്ധതികളുണ്ട്. കാരണം പാശ്ചാത്യ മേഖലയിൽ, അതായത് ടാറിങ്, കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ടാറിങ് എന്ന് പറഞ്ഞാൽ മഴയൊക്കെ കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ, പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് ചില ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത് ഒന്ന് തീർക്കുകയാണ്. കാരണം ഇനി അടുത്ത പെരുമാറ്റച്ചട്ടം വരുന്നത് ഏപ്രിലായിരിക്കും. കാരണം നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ഇത് ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്ത് തീർക്കണം പഞ്ചായത്തിൽ. അതായത് 100% ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്ന ഒരു പഞ്ചായത്താണിത്. ഒരു പൈസ പോലും ഈ 5 വർഷക്കാലം നഷ്ടപ്പെടുത്തിയിട്ടില്ല. നാട്ടിലെ ജനങ്ങളും ജനപ്രതിനിധിയും തമ്മിൽ ആശയവിനിമയത്തിൽ ഏർപ്പെട്ടിരിക്കേണ്ടത് പ്രധാനമാണെന്നും ജോളി കാണുന്നു. എല്ലാ ക്ഷേമകാര്യങ്ങളെക്കുറിച്ചും എല്ലാ വികസന കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് ശരിക്കും മീഡിയയിലൂടെ എല്ലാം വരുന്നുണ്ട്. അത് ഒന്ന് അതായത് ഒരു പഞ്ചായത്ത് ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും അവനവൻ പൊടിയും തട്ടി എല്ലാവരും അകത്ത് കയറും. വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി എന്നാണ്. പക്ഷേ അതുപോരാ, ഒരു മെമ്പർ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കണം. ഇപ്പോൾ ഇത് SIRന്റെ ഇത് വരുന്നു. ഇത് എത്രയോ പ്രാവശ്യം 10-25 പ്രാവശ്യം ഇട്ടിട്ടും നോക്കാത്തവരുണ്ട്. അവസാനം എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ അവസാനമായിരിക്കും ചോദിക്കുന്നത് SIR അതെന്നാന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു മെമ്പർ അറിയിക്കാറുണ്ട്. അത് ജനം ഒന്ന് നോക്കിയാൽ മതി. ഒരു വീട്ടിൽ ഒരാളുടെയെങ്കിലും നമ്പർ ഈ മെമ്പറുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് സിസ്റ്റം പോകുന്നത്. അത് പുതിയ തലമുറ അങ്ങനെ തന്നെ വരും. ഇനി ഇല്ലെങ്കിൽ ജനങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് നമ്പർ കൊടുക്കണം. ഒരു പുതിയ താമസക്കാരൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ ആദ്യം കോൺടാക്ട് ചെയ്യേണ്ട ഒരു മെമ്പറെയാണ്. പണ്ട് പോസ്റ്റ് ഓഫീസിലായിരുന്നു. കാരണം എഴുതുന്നു പറയുന്നു പോകുന്നു. ഇന്ന് പോസ്റ്റ് ഓഫീസുകാർ ഇല്ല, പോസ്റ്റ്മാൻ ചോദിക്കുന്നത് മെമ്പറെ വിളിക്കും. ഈ നമ്പർ ഒരു ലെറ്റർ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വന്നോ ഉടനെ ഈ ആൾ എവിടെയുള്ളതാണെന്നാണ് ചോദിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഈ വാർഡിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം തിരുവനന്തപുരംകാരനുണ്ടെങ്കിൽ തിരുവനന്തപുരംകാരൻ ഇവിടെ താമസിക്കേണ്ടെന്ന ഈ മെമ്പറെ ആദ്യം കോൺടാക്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ അവർ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞ് വിവരങ്ങൾ അറിയിക്കുക. അപ്പം ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നോ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കാനവരുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അറിയണമെങ്കിൽ പോലും ഈ ജനങ്ങൾ മെമ്പർമാരോടും കടപ്പെട്ടിരിക്കണം, തിരിച്ചങ്ങോട്ടും കടപ്പെട്ടിരിക്കണം. അതൊരു കടപ്പാടിൻ്റെ ഒരു രീതിയാണ്. കാരണം എന്തുണ്ടെങ്കിലും അവർക്ക് ചോദിക്കാനും പറയാനും എപ്പോഴും ഈ താഴെത്തട്ടിലുള്ള മെമ്പർമാരെ പറ്റുള്ളൂ. അവർക്ക് ആ വാർഡിലെ മുഴുവൻ ആൾക്കാരെ അറിയാനും പറ്റുള്ളൂ. വാർഡ് വിഭജനത്തോടെ 11-ാം വാർഡ് വിഭജിച്ച് 2 വാർഡ് ആയെങ്കിലും തെരഞ്ഞെടുപ്പിൽ 2 വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചതിലും ജോളി ഉലഹന്നാന്റെ മുൻ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളുടെ പങ്ക് വലുതാണ്. 11-ാം വാർഡിൽ റബി ജോസും 12-ാം വാർഡിൽ ജെസി ജെയ്സണും മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ ബഹുഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. മെമ്പർ സ്ഥാനത്തിന്റെ കാലാവധി കഴിഞ്ഞെങ്കിലും പൊതുപ്രവർത്തനം ഇനിയും തുടരുമെന്നാണ് ജോളി പറയുന്നത്. ആയവന പഞ്ചായത്തിലെ മുല്ലപ്പുഴച്ചൽ വാർഡിൽ നിന്നും 2 തവണ ജനവിധി തേടി വിജയിച്ച ജോളി ഉലഹന്നാന്റെ നിർദ്ദേശങ്ങളാണിത്. 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുന്ന പുതിയ ജനപ്രതിനിധികൾക്ക് മാതൃകയാക്കാം ഈ ജനപ്രതിനിധിയെ. ആയവനയിൽ നിന്നും മൂവാറ്റുപുഴ ന്യൂസിന് വേണ്ടി ബേസിൽ എൽദോയ്ക്കൊപ്പം കൃഷ്ണ ഷാജി. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.